വിഭോ വജോ വിഭൂത് നതുപാരമാർദ്ധ്യം. ഈ നതുപാരമാർദ്ധ്യം എന്ന് പറയുന്നത് എടുത്ത് ഉദ്ഘോഷിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയും ഇതൊക്കെ വെറും വിഡിത്തമാണ്. സ്പീക്കർ പറഞ്ഞ് വിത്ത് മിത്ത് മിത്ത്. അപ്പൊ ഈ ഭാഗവതത്തിൽ ഉടനീളം കാണുന്ന യാതൊരു യാഥാർത്ഥ്യമില്ലാത്ത കഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊലിപ്പിക്കും, അതിനെ എക്സാജറേറ്റ് ചെയ്യും. അതല്ല നമ്മുടെ ആവശ്യം. പിന്നെ മലയാളീകരണം ഒന്ന് നോക്കൂ, തിരുവമ്പിൻ്റെതാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷ കൊണ്ടു ഞാൻ, വിജ്ഞാന വൈരാഗ്യ വിവക്ഷ, നിങ്ങളിൽ എല്ലാവരിലും വിജ്ഞാനവും വേണം, വിരക്തി വൈരാഗ്യവും വേണം. അതിനു വേണ്ടിയിട്ട് മരിച്ചൊര പുണ്യ യശോവിലാസരെ, മരിച്ചുപോയ യശശരീരരായിട്ടുള്ളവര്. എന്ത് ഈ യശശരീരര്? ആ വാക്കുകളെല്ലാം തന്നെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മരിച്ചുപോയവരൊന്നും അതിന് അർത്ഥം കൊടുത്താൻ പറ്റില്ല. യശസ്സാണ് അവരുടെ ശരീരം. അവരുടെ ശരീരം വിട്ടുപോയെങ്കിൽ അവർ ഇന്ന് നിലനിൽക്കുന്നു. ദേ ബിലോങ് ടു ദ ഏജസ്. യുഗയുഗങ്ങൾ കഴിഞ്ഞാൽ അവർ മറക്കപ്പെടുന്നില്ല. കാരണം എന്താ? അവരുടെ യശസ് അതിങ്ങനെ അവരെ കൊണ്ടു നടക്കുകയാണ്. യശോവിലാസരെ, മരിച്ചവരെ എന്നുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് നിർത്തരുത് എന്ന്. അപ്പോൾ ഈ മരിച്ചവര പുണ്യ യശോവിലാസരെ ഉദാഹരിച്ചേ ഞാനിങ്ങനെ ഓരോരോ സിമ്പലായിട്ട് കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് തന്നു. ഇതിലൊക്കെ നേരിലെന്തുവാൻ വിഭോ, അതിൽ സത്യം എന്തെന്നോ അസത്യം എന്തെന്നോ ഒക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നിട്ടോ വാചക ഭംഗിയെന്നിയേ, ഞാൻ ഭംഗിയായിട്ട് അവതരിപ്പിച്ചില്ലേ നല്ലൊരു കഥാപ്രസംഗം. 7 ദിവസം കാലം കുത്തിയിരുന്നുകൊണ്ട് കേൾക്കാൻ തയ്യാറായിരുന്ന നിന്റെ മുമ്പിൽ ഈ കഥകളെല്ലാം തന്നെ ഭംഗിയായിട്ട് പാടി അവതരിപ്പിച്ചു ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, പരീക്ഷിതായതുകൊണ്ട് പെട്ടെന്ന് കയറും, പറഞ്ഞാൽ മനസ്സിലാവും. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ. അപ്പൊ ഇവിടെയും ഈ പറയുന്ന രീതിയിൽ വരാഹാവതാരം വായിക്കുമ്പോൾ അങ്ങനെ ഒരു അവതാരം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, ഇനിയും വരും വരാഹം എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വരും വരാതിരിക്കുന്നെങ്കിലും ആയിക്കൊള്ളട്ടെ. ഏതായാലും ഈ വരാഹാവതാരം എന്ന് പറയുന്ന ബ്രഹ്മദേവന്റെ ഉള്ളിൽ നിന്ന് പോന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പറയുന്ന ആരാധകന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ അല്ലെങ്കിൽ പൂജകന്മാര് സാധകന്മാര് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ട ഒരു വിദ്യയാണ് വരാഹത്തിന്റെ അവതാരം. വിദ്യയിലേക്ക് വരാം. എന്താ വിദ്യ? വിദ്യ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രാന്ത്രാദികളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് എപ്രകാരമാണോ നേടേണ്ടതിന്റെ പരമാവധി, അത് വാസ്തവത്തിൽ അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ മാത്രമല്ല, അതെല്ലാം തന്നെ